إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, പരിശുദ്ധ ഇസ്ലാം പുണ്യകർമ്മങ്ങളായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് സത്യവിശ്വാസികളായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യത. അക്കൂട്ടത്തിൽ നമ്മുടെ ഈമാനിനെ ഊട്ടിയുറപ്പിക്കാൻ ഏറെ സഹായിക്കുന്ന വളരെ ശ്രേഷ്ഠകരമായ ഒരു ഇബാദത്താണ് ബലികർമ്മം എന്ന് പറയുന്നത്, ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിലെ ചെറിയൊരു അധ്യായമായ സൂറത്തുൽ കൗസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും എടുത്തു പറഞ്ഞതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഫസല്ലി ലിറബ്ബിക വൻഹർ, ആകയാൽ നിന്റെ രക്ഷിതാവിനു വേണ്ടി നീ നമസ്കരിക്കുകയും നീ ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് കൽപ്പിക്കുകയാണ്. പുരാതന കാലം മുതൽ മതസമൂഹങ്ങളിൽ ദൈവപ്രീതിക്ക് വേണ്ടിയുള്ള മൃഗബലി പുണ്യകർമ്മമായി കണ്ടിരുന്നു. എന്നാൽ ഇസ്ലാം പ്രപഞ്ച സൃഷ്ടാവിനെ വണങ്ങുന്നതിനുള്ള, അവന് കീഴ്പ്പെടുന്നതിനുള്ള ഒരു രൂപമായി ബലികർമ്മത്തെ ഇസ്ലാം നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്യായമായി ഒരു ജീവിയെയും അല്ലെങ്കിൽ ഒരു ജീവൻ എടുക്കുക എന്നുള്ളത്, ഒരു ജീവിയെ കൊല്ലുക എന്നുള്ളത് ഇസ്ലാമിൽ വലിയ പാപമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. അന്യായമായി ഒരാൾ ഒരു മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ് അത് എന്ന് വിശുദ്ധ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. മനുഷ്യനെ എന്നല്ല, ഒരു ജീവിയെയും വെറുതെ കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. എന്നാൽ ചില ജീവികൾ മനുഷ്യന്റെ ഭക്ഷണത്തിനായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ന്യായമായ തോതിലും അളവിലും രൂപത്തിലും അവയെ അറുക്കുന്നതും ഭക്ഷിക്കുന്നതും ഇസ്ലാം അനുവദനീയമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അറുക്കൽ അനുവദനീയമായ ചില ജീവികളെ ബലിയർപ്പിക്കുന്നതിനായി അറവ് നടത്തുക എന്നുള്ളത് ഇസ്ലാമിൽ പ്രത്യേകമായ പുണ്യമുള്ള കാര്യവുമാണ്. അത്തരം ബലിമൃഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചിഹ്നങ്ങളിൽ പെട്ടതാണ് എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നു. വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ് ലക്കും ഫീഹാ ഖൈർ ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ. അല്ലാഹു പറഞ്ഞു വൽബുദ്ന ബലിയൊട്ടകങ്ങൾ ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്, അവയെ അല്ലാഹു നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതായി നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ലക്കും ഫീഹാ ഖൈർ, അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഖൈറുകളുണ്ട്, നന്മകളുണ്ട്. ഫദ്കുറു ഇസ്മല്ലാഹി അലൈഹാ സവാഫ, ആ ബലിമൃഗങ്ങളെ അണിയണിയായി നിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാഹുവിന്റെ പേരുകൾ അവരുടെ മേൽ പ്രകീർത്തിപ്പിക്കപ്പെടുകയും ചെയ്യുവീനെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ ബലികർമ്മം നിർവഹിക്കേണ്ട സാഹചര്യവും ദിവസവും നമ്മിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആ ബലികർമ്മം നൽകുന്ന സന്ദേശം എന്താണ് എന്ന് വിശ്വാസികളായ നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എന്നാണ്. തനിക്കു പ്രിയപ്പെട്ടതെന്തും അതൊരു ജീവനാണെങ്കിൽ പോലും റബ്ബിന്റെ കൽപ്പനയുണ്ടെങ്കിൽ അത് ബലി നൽകാൻ തയ്യാറാണെന്ന് ഒരു അടിമയുടെ തീരുമാനത്തിന്റെ സന്ദേശമാണ് ബലികർമ്മത്തിലൂടെ ഇസ്ലാം നൽകുന്നത് എന്നുള്ളതാണ്. ഞാൻ അള്ളാഹുവിന് മുന്നിൽ എന്തിനും തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് ബലികർമ്മത്തിലൂടെ ഒരാൾ നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു അടിമ നടത്തുന്നത് എന്നുള്ളതാണ്. അതിനാൽ ബലികർമ്മം എന്നുള്ളത് അള്ളാഹുവിനുള്ള സമർപ്പണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞു, ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുൽ, പ്രവാചകരെ പറഞ്ഞേക്കണം, ഇന്ന സ്വലാത്തി, തീർച്ചയായും എന്റെ നമസ്കാരവും, വനുസുകി, എന്റെ ബലികർമ്മവും, വമഹിയായ, എന്റെ ജീവിതവും, വമമാതി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ് എന്നാണ്. ഈ പ്രഖ്യാപനമാണ് നമസ്കാരങ്ങളിൽ നമ്മൾ രണ്ട് കൈകളും നെഞ്ചത്തേക്ക് വെച്ചതിനു ശേഷം ദുആഉൽ ഇസ്തിഫ്താഹ് എന്ന് പറയുന്ന വലിയ ആ വജ്ഹത്ത് തുടങ്ങുന്ന പ്രാർത്ഥനയിലൂടെ ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ ദിവസേന 17 പ്രാവശ്യം അതല്ലെങ്കിൽ 5 തവണകളിലും അതിൽ കൂടുതലായി കൊണ്ടും അവൻ ചൊല്ലുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബലിയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനുള്ള പരിപൂർണമായ സമർപ്പണമാണ്. അതിനാൽ അതുകൊണ്ട് നാം ഉദ്ദേശിക്കേണ്ടത് അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമായിരിക്കണം, അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രമായിരിക്കണം. അള്ളാഹുവിന് നാം അറുക്കുന്ന ബലിമൃഗത്തിന്റെ ഇറച്ചിയോ അതിന്റെ മാംസമോ ആവശ്യമില്ല. അള്ളാഹുവിലേക്ക് എത്തുന്നത് നമ്മുടെ ഖൽബിന്റെ ഉള്ളിലുള്ള, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള സദുദ്ദേശമാണ് അള്ളാഹുവിങ്കലേക്ക് എത്തുക. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ലൻ യനാലല്ലാഹു ലുഹൂമഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ ബലിയറുക്കുന്ന ബലിമൃഗത്തിന്റെ മാംസമോ അതിന്റെ രക്തമോ അള്ളാഹുവിന് ആവശ്യമില്ല, അള്ളാഹുവിലേക്ക് അതെത്തുന്നില്ല. വലാകിൻ, മറിച്ച് യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള ഭയഭക്തി, നിങ്ങളിൽ നിന്നുള്ള സൂക്ഷ്മത, അതാണ് അള്ളാഹുവിന് ആവശ്യം, അതാണ് അള്ളാഹു നോക്കുന്നത് എന്നാണ്. അതുകൊണ്ട് അങ്ങനെയായിരിക്കണം നമ്മൾ ബലിയർപ്പിക്കേണ്ടത്. ഇസ്ലാം 3 ബലികർമ്മങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് 3 ബലികർമ്മങ്ങളെ സംബന്ധിച്ച്. ഒന്ന്, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മക്കളായ ഖാബീലും ഹാബീലും നടത്തിയ ബലികർമ്മമാണ്. ആ ബലികർമ്മത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരാളുടെ ബലികർമ്മം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടു, മറ്റൊരാളുടെ ഉദ്ദേശം നന്നാകാത്തതിന്റെ പേരിൽ, നല്ലതാകാത്തതിന്റെ പേരിൽ ആ ഖാബീലിന്റെ ബലികർമ്മം അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടില്ല. വിശുദ്ധ ഖുർആൻ ആ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്റെ ഉമ്മത്തിലെ തന്റെ അനുചരന്മാരായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. വത്ലു അലൈഹിം നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖ് ഇദ് ഖറബ ഖുർബാനൻ ഫതുഖബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വത്ലു അലൈഹിം, അവർക്ക് നീ വിവരിച്ചു കൊടുക്കണം, അവർക്ക് പാരായണം ചെയ്തു കൊടുക്കണം. എന്ത്? നബഅ ഇബ്നൈ ആദമ ബിൽ ഹഖ്, ആദമിന്റെ 2 സന്താനങ്ങളുടെ ആ സത്യസന്ധമായ ചരിത്രം, അവരുടെ കഥ പ്രവാചകരെ താങ്കൾ അവർക്ക് വിവരിച്ചു കൊടുക്കണം. ഇത് ഖറബ ഖുർബാനൻ,
അവർ രണ്ടുപേരും ബലി സമർപ്പിച്ച സന്ദർഭം രണ്ടാളുകളും ബലിയറുത്തു. അവരിൽ ഒരാളുടെ ബലികർമ്മം അത് സ്വീകരിക്കപ്പെട്ടു. വലം യുതഖബ്ബൽ മിനൽ ആഖർ, മറ്റൊരാളുടെ ബലികർമ്മം സ്വീകരിക്കപ്പെടുകയും ചെയ്യില്ല. സ്വീകരിക്കപ്പെടാത്ത ആള് സ്വീകരിക്കപ്പെട്ട വ്യക്തിയോട് അഥവാ ഹാബീലിനോട് പറഞ്ഞു, താങ്കൾ നിന്നെ ഞാൻ കൊല്ലുക തന്നെ ചെയ്യും. ആ സമയത്ത് ഹാബീൽ പറഞ്ഞു, തീർച്ചയായും അല്ലാഹു സ്വീകരിക്കുക തഖ്വയുള്ളവരിൽ നിന്നാണ്, സൂക്ഷ്മത പാലിക്കുന്നവരിൽ നിന്നാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെ ഹാബീലിന്റെയും ഹാബീലിന്റെയും ബലികർമ്മത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നതാണ്. രണ്ടാമത്തത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയായ ബനു ഇസ്രായേലിയർ അവർ നടത്തിയ ആ ബലികർമ്മത്തെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വഇദ് ഖാല മൂസാ ലിഖൗമിഹി ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറതൻ ഖാലൂ അതത്തഖിദുനാ ഹുസുവ ഖാല അഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ. വഇദ് ഖാല മൂസാ ലിഖൗമിഹി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനങ്ങളോട് പറഞ്ഞ സന്ദർഭം എന്താ പറഞ്ഞത്? ഇന്നല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ, നിങ്ങളോട് ഇതാ അല്ലാഹുവിന്റെ കൽപ്പനയാണ് നിങ്ങൾ ഒരു പശുവിനെ ബലിയറുക്കണം എന്നുള്ളത്. ആ സമയത്ത് ആ സമൂഹം പ്രവാചകനോട് ചോദിച്ചു, ഖാലൂ അതത്തഖിദുനാ ഹുസുവ, നീ എന്താ ഞങ്ങളെ പരിഹസിക്കുകയാണോ, നീ ഞങ്ങളെ കളിയാക്കുകയാണോ? ഖാല മൂസാ നബി പറഞ്ഞു, അഊദു ബില്ലാഹി അൻ നകൂന മിനൽ ജാഹിലീൻ, ഞാൻ അറിവില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ പെടുന്നതിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് ശരണം തേടുന്നു, രക്ഷ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പ്രസ്തുത ബലിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി, രക്ഷപ്പെടാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ആ മൃഗത്തെ ചോദിച്ചു, ആ മൃഗത്തിന്റെ നിറത്തെ കുറിച്ച് ചോദിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിച്ചു. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി അള്ളാഹുവിന്റെ വഹി അനുസരിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അതിലൂടെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ, അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ നിർബന്ധപൂർവം ബനൂ ഇസ്രായേലിയരായ ആളുകൾ ആ ബലി നടത്തേണ്ടി വന്നു. അതിനവർ ഉപയോഗിച്ചത് ആ നാട്ടിലെ തന്നെ ഏറ്റവും വലിയ മുന്തിയ ഒരു ഉരുവിനെയാണ് അവർ ബലി നൽകിയത്. പക്ഷേ ആ ബലിയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർ മനസ്സോടെ അതിനെ കൊന്നുകളഞ്ഞു എന്നാണ്. അവർക്ക് യാതൊരു മനസ്സിലും താല്പര്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ യാതൊരു മനസ്സുമില്ലാതെ മനസ്സോടെയാണ് അതിനവർ അറുത്തുകളഞ്ഞത് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനവിഭാഗമായ ബനു ഇസ്രായേലിൽ നടത്തിയ ബലിയെ കുറിച്ച് അള്ളാഹു അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ബലികർമ്മം അത് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ബലിയറുക്കാൻ തയ്യാറായ സംഭവമാണ് വിശുദ്ധ ഖുർആൻ മൂന്നാമത് പറഞ്ഞു തന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ ബലി നടന്നിട്ടില്ല. എങ്കിലും ബലികർമ്മത്തിന്റെ ആത്മാവായി എന്നും കണക്കാക്കപ്പെടുകയും ഓർക്കപ്പെടുകയും പറയപ്പെടുകയും ചെയ്യുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബലികർമ്മത്തെ കുറിച്ചാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ബലി നൽകാൻ തയ്യാറായ സംഭവത്തെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ അവിടുന്ന് കൃത്യമായി അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ബാഹ്യമായ കണക്കിൽ ഏറ്റവും നല്ല ഒരുവിനെ തന്നെയാണ് ആദ്യത്തെ രണ്ടു കൂട്ടരും അഥവാ ഹാബീലും ഖാബീലുമാകുന്ന ആദം നബിയുടെ രണ്ട് സന്താനങ്ങളും അതുപോലെ തന്നെ മൂസാ നബിയുടെ ജനതയായ ബനൂ ഇസ്രായേലിയരും ബലികർമ്മമായി നടത്തിയത്. പക്ഷേ അതിന്റെ പിന്നിലെ ആത്മാവായ തഖ്വ ചോർന്നുപോയതിനാൽ ആ ബലികർമ്മങ്ങൾ വിഫലമായി പോകുകയാണ് ചെയ്തത്. ആരാധനകളിലെ ഇബാദത്തുകളിലെ തഖ്വ കൈമോശം വന്നാൽ, അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ കർമ്മങ്ങൾക്ക് ജീവനില്ലാത്ത കർമ്മങ്ങളായി അത് മാറും. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയുണ്ടായില്ല എന്നതാണ് ഏറ്റവും മുന്തിയ ഉരുവിനെ ബലി കഴിച്ചിട്ടും ബലി നൽകിയിട്ടും ആ രണ്ട് വിഭാഗത്തിന്റെയും ബലി സ്വീകരിക്കപ്പെടാതെ പോകാനുണ്ടായ കാരണം. അതേസമയം തികഞ്ഞ സമർപ്പണവും ആത്മാർത്ഥതയുമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബലി എന്നും ഒന്നാം സ്ഥാനത്ത് നിർത്തുന്ന കാര്യം. അള്ളാഹു നോക്കുന്നത് പ്രവർത്തനങ്ങളുടെ വലിപ്പത്തിലേക്കല്ല, മറിച്ച് അതിന്റെ ആത്മാർത്ഥതയിലേക്കാണ്. ആത്മാർത്ഥത കുടിയിരിക്കുന്നത് അത് മനുഷ്യന്റെ ഹൃദയത്തിലാണ്. അതിനാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നത്,
അള്ളാഹു നോക്കുന്നത് ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും വഅംവാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ രൂപങ്ങളിലേക്കോ നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ അല്ല അള്ളാഹു നോക്കുന്നത്, മറിച്ച് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുന്നത്, വഅഅമാലിക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. നമ്മുടെ ഹൃദയത്തിലുള്ള തഖ്വ അതെത്രത്തോളം ഉണ്ട് എന്നാണ് അള്ളാഹു അളക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തഖ്വാ ഹൗന എന്ന് പറഞ്ഞ് തന്റെ ഹൃദയത്തിലേക്ക് ചൂണ്ടി 3 തവണ ഇവിടെയാണ് തഖ്വയുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ബലികർമ്മത്തിന്റെ ചരിത്രം എന്താണ്? മഹാന്മാരായ 2 പ്രവാചകന്മാർ അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും, ആ പ്രവാചകന്മാരുടെ ആത്മസമർപ്പണത്തിന്റെ ചരിത്രമാണ് ദുൽഹിജ്ജയിലെ ബലിക്കുള്ളത്, അത് നിർവഹിക്കുന്നതിലൂടെയുള്ളത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്ത് അതിന്റെ 100-ാമത്തെ ആയത്ത് മുതൽ താഴോട്ട് വരുന്ന ആയത്തുകളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ ബലിയറുത്ത സംഭവം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് വിശദീകരിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിവാഹം കഴിഞ്ഞു. ഒരുപാട് വർഷമായിട്ടും ഒരു കുട്ടിയെ ലഭിക്കാനായി, കുട്ടി ഉണ്ടാകാത്തതിന്റെ പേരിൽ ആത്മാർത്ഥമായി റബ്ബിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ എനിക്ക് നീ സ്വാലിഹായ ഒരു സന്താനത്തെ നൽകണം എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ആ പ്രാർത്ഥന സ്വീകരിച്ച അള്ളാഹു ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു മകനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകി. ആ മകൻ പിതാവിനൊപ്പം നടക്കാൻ പ്രായമായപ്പോൾ ആ മകനെ ബലിയറുക്കണമെന്ന കൽപ്പന സ്വപ്നത്തിലൂടെ വഹയിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകുകയുണ്ടായി. അങ്ങനെ ഇബ്രാഹിം നബി തന്റെ മകനുമായി ചർച്ച ചെയ്തു. ആ മകൻ വാപ്പക്കൊത്ത മകനുമാണ്, അതുകൊണ്ട് തന്നെ യാതൊരു മുടക്കവും പറയാതെ ആ മകൻ സമ്മതിച്ചു. എന്റെ പൊന്നു പിതാവേ, താങ്കളോട് കൽപ്പിക്കപ്പെട്ടത് എന്താണോ ഇത് താങ്കൾ പ്രാവർത്തികമാക്കുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ താങ്കൾക്ക് എന്നെ കണ്ടെത്താൻ കഴിയുമെന്ന് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവിടുന്ന് പറയുകയുണ്ടായി. അങ്ങനെ അതാ ഇബ്രാഹിം നബി തന്റെ മകനെ അറുക്കാനായി തുനിഞ്ഞപ്പോൾ അള്ളാഹു അത് തടയുകയും മറിച്ച് സ്വപ്നം സാക്ഷാത്കരിച്ചു എന്ന് സമ്മതിക്കുകയും ചെയ്യുകയാണ്. ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ എന്നാണ്. ആ 2 പ്രവാചകന്മാരും ആ അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങിയപ്പോൾ, മകനെ അറുക്കാൻ വേണ്ടി കിടത്തിയപ്പോൾ വനാദൈനാഹു അൻ യാ ഇബ്രാഹിം, അതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു വിളിക്കുന്നു. ഏ ഇബ്രാഹിമേ, ഖദ് സദ്ദഖ്ത റുഅയ, താങ്കൾ താങ്കളുടെ സ്വപ്നം അത് സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാണ് സദ്വൃദ്ധരായ ആളുകൾക്ക് നാം പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞു. ഇത് അള്ളാഹുവിന്റെ വമ്പിച്ച വലിയൊരു പരീക്ഷണമായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് കാലം സന്താനമില്ലാതെ പ്രയാസപ്പെട്ട് പ്രാർത്ഥിച്ച് കിട്ടിയ സന്താനം നടക്കാൻ പ്രായമായപ്പോ ആ സന്താനത്തെ ബലിയെറുക്കണമെന്ന കൽപ്പന. ഇന്നഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, തീർച്ചയായും ഇത് വലിയ പരീക്ഷണം തന്നെയാണ്, വമ്പിച്ച പരീക്ഷണം തന്നെയാണ് എന്ന് ആ പരീക്ഷണത്തിൽ വിജയിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പകരമായി അറുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആടിനെ നൽകി. വഫദൈനാഹു ബിദബ്ഹിൻ അളീം എന്ന മഹത്തായ ഒരു അറവ് മൃഗത്തെ പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകി. ആ പരീക്ഷണത്തിൽ വിജയിച്ച ഇബ്രാഹിം നബിയെ അല്ലാഹു ലോകാവസാനം വരെയുള്ളവർക്കിടയിൽ പ്രകീർത്തിക്കുകയും ചെയ്തു. വതറകിനാ അലൈഹി ഫിൽ ആഖിരീൻ സലാമുൻ അലാ ഇബ്രാഹിം, പിന്നീടുള്ളവരിൽ അദ്ദേഹത്തിന്റെ പേരിൽ സൽകീർത്തി നാം ബാക്കിയാക്കുകയും അദ്ദേഹത്തിന് സമാധാനം ഉണ്ടാകുകയും ചെയ്തു എന്നാണ്. നോക്കൂ നിങ്ങൾ, പരിപൂർണമായി അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവർക്ക് ഈ രൂപത്തിൽ പ്രതിഫലം നൽകുമെന്ന പ്രഖ്യാപനത്തോടെയാണ് ഇവിടെ അള്ളാഹു ഈ ചരിത്രം അവസാനിപ്പിക്കുന്നത്. കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാണ് നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുക എന്നുള്ളത്. ഇതാണ് ബലികർമ്മത്തിന്റെ ചരിത്രത്തിന്റെ ചുരുങ്ങിയ രൂപം. ഇനി ആ ബലികർമ്മത്തിലൂടെ ലക്ഷ്യം വെക്കേണ്ടത് എന്താണ്?
ആ ബലികർമ്മത്തിലൂടെ വിശ്വാസികളായ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടതാണ്. ഓരോ സമുദായത്തിനും അല്ലാഹു നിയമമാക്കിയ ഒരു ആരാധനാ കർമ്മമാണ് ബലികർമ്മം എന്ന് പറയുന്നത്. എല്ലാ ഉമ്മത്തിനും ബലികർമ്മം നിയമമാക്കിയതിന്റെ ലക്ഷ്യം അതിലൂടെ അള്ളാഹുവിന്റെ നാമം സ്മരിക്കുന്നതിനും അവൻ മാത്രമാണ് ആരാധ്യൻ എന്ന് പ്രഖ്യാപിക്കുന്നതിനും അവന് പരിപൂർണമായി കീഴടങ്ങുന്നതിനും വേണ്ടിയാണ്. അല്ലെ, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക, എല്ലാ സമുദായങ്ങൾക്കും നാം ബലികർമ്മം നിയമമാക്കിയിട്ടുണ്ട്. ലിയദ്കുറൂ ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള ആ നാൽക്കാലി മൃഗങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ പേര് സ്മരിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി. ഫഇലാഹുകും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ആരാധ്യൻ അവൻ ഏകനായ ആരാധ്യനാണ്. അതുകൊണ്ട് ഫലഹു അസ്ലിമൂ, നിങ്ങൾ ആ റബ്ബിന് കീഴൊതുങ്ങണം, അവന്റെ കൽപ്പനകൾക്ക് നിങ്ങൾ കീഴൊതുങ്ങണം. വബശ്ശിരിൽ മുഖ്ബിതീൻ, തഖ്വയുള്ള സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു തന്നത്. അതുകൊണ്ട് തന്നെ ബലി കൊണ്ടുള്ള ലക്ഷ്യം അള്ളാഹുവിലേക്കുള്ള സാമീപ്യമാണ് എന്ന് കൃത്യമായി അവിടുന്ന് പറഞ്ഞു തരികയാണ്. അതുകൊണ്ടാണ് ഇമാം നാസറുദ്ദീൻ സഅദി റഹിമഹുല്ലാ അദ്ദേഹം സൂറത്തുൽ കൗസർ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന ആയത്ത് വിശദീകരിച്ചു പറഞ്ഞു, ഖസ്സഹാതൈനിൽ ഇബാദതൈനി ബിദ്ദിക്രി ലിഅന്നഹുമാ മിൻ അഫ്ളലിൽ ഇബാദാതി വഅജല്ലിൽ ഖുർബാതി എന്നാണ്. ഈ രണ്ട് ആരാധനകളെ അഥവാ ബലികർമ്മത്തെയും നിസ്കാരത്തെയും പ്രത്യേകമായി പരാമർശിച്ചതിന്റെ അതിന്റെ സ്മരിച്ചതിന്റെ കാരണം അവ രണ്ടും ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും റബ്ബിലേക്ക് ഉന്നതമായ സാമീപ്യം ലഭിക്കുന്നതുമാണ് ആ രണ്ട് കർമ്മങ്ങൾ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുകയില്ല, മറിച്ച് ബലികർമ്മത്തെ കുറിച്ച് വീണ്ടും പറയാ. നമസ്കാരത്തിന്റെ കാര്യം പറഞ്ഞ ശേഷം ബലികർമ്മത്തെ കുറിച്ച് പറഞ്ഞു, ബലിയിൽ അടിമയുടെ അടുത്ത് അറുക്കാൻ സാധ്യമായതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായതിനെ അറുത്തുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള സാമീപ്യം നേടലാണ്. എന്നാണ്. അതോടൊപ്പം മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ളതും പിശുക്ക് കാണിക്കാത്തതുമായ സമ്പത്ത് അതിനായി ചിലവഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ബലികർമ്മത്തിന് നിസ്കാരത്തെക്കാൾ കൂടുതൽ ശ്രേഷ്ഠത വരാനുള്ള കാരണമെന്ന് ഇമാം നാസറുദ്ദീൻ സഅദി റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ബലികർമ്മം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ശിആറുകളിൽപ്പെട്ട അവന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ഒരു ചിഹ്നമാണ് എന്നാണ്. അള്ളാഹുവിന്റെ അടയാളങ്ങളെ ശിആറുകളെ ബഹുമാനിക്കുക എന്നുള്ളത് തഖ്വയുടെ ഭാഗമാണ്, നമ്മുടെ സൂക്ഷ്മതയുടെ ഭാഗമാണ്. എന്നാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ, മതചിഹ്നങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ഹൃദയത്തിലുള്ള തഖ്വയുടെ ഭാഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആത്മാവും ലക്ഷ്യവും ഉൾക്കൊണ്ടുകൊണ്ടാകണം നമ്മുടെ ബലികർമ്മം, അല്ലാത്തവ അള്ളാഹുവിലേക്ക് എത്തുകയില്ല. ബലി കൊണ്ട്, ആ ബലികർമ്മം കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും വിശ്വാസികളായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സമ്പത്തുള്ള ആളുകൾ, കഴിയുന്ന ആളുകൾ ഇതിൽ നിന്ന് ഒഴിവാകാതെ ശ്രദ്ധയോടുകൂടി അത് നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതേസമയം പലപ്പോഴും നമ്മുടെ നാട്ടിൽ കേൾക്കുന്ന ഇസ്ലാമിന്റെ വിരോധികൾ പറയുന്നത് ഇസ്ലാമിലെ ബലികർമ്മം എന്ന് പറയുന്നത് ക്രൂരതയാണെന്നും പുണ്യം കിട്ടുന്നതിന് മിണ്ടാപ്രാണികളായ ജീവികളെ എന്തിനു കൊല്ലുന്നു എന്നും ചോദിക്കുന്ന ആളുകൾ ഒരുപക്ഷെ സമൂഹത്തിൽ ഉണ്ടായേക്കാം. മാംസം ഭക്ഷിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ മാംസം ഭക്ഷിക്കുക എന്നുള്ളത് ജന്തു പ്രകൃതിയോട് യോജിക്കുന്നതും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥക്ക് അനിവാര്യമായതും എല്ലാറ്റിലുമുപരി ലോകരക്ഷിതാവായ അള്ളാഹു അത് അനുവദിച്ചു തന്നതും അവന്റെ കൽപ്പനയുമാണ് എന്നതാണ് ഇങ്ങനെ ചോദിക്കുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ള മറുപടി. കാരണം അള്ളാഹു നിങ്ങൾക്ക് നാൽക്കാലികളെ സൃഷ്ടിച്ചു തന്നിട്ടുള്ളത് അവയിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയും അവയിൽ നിന്ന് നിങ്ങൾക്ക് ഉപകാരങ്ങൾ എടുക്കാൻ വേണ്ടിയുമാണ്. അള്ളാഹു നാൽക്കാലി മൃഗങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്, നിശ്ചയിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് യാത്രക്ക് യാത്രാവാഹനമായി ഉപയോഗിക്കാനും
അതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറഞ്ഞതെന്നാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരോടും ജന്തുജാലങ്ങളോടും നീതി പുലർത്തുന്ന നിയമനിർദ്ദേശങ്ങൾ മാത്രമേ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് നാം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് കൃത്യമായി ബലികർമ്മത്തിന്റെ സന്ദേശവും അതുപോലെ തന്നെ അതിന്റെ ലക്ഷ്യവും ഉൾക്കൊണ്ടുകൊണ്ട് അത് നിർവഹിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ നമ്മുടെ മാനസികമായ മുന്നൊരുക്കം വിശ്വാസികളായ നമ്മൾ നടത്തേണ്ടതുണ്ട്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മൾ ഇനി പ്രവേശിക്കാനിരിക്കുന്ന മാസം പവിത്രമായ ദുൽഹിജ്ജ മാസത്തിലേക്ക് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കാനിരിക്കുകയാണ്. ആ ദുൽഹിജ്ജ മാസങ്ങളിലെ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ബലികർമ്മം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കഴിവുള്ള ആളുകൾ ബലികർമ്മം നിർവഹിക്കുക എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ബലികർമ്മം നിർബന്ധമാണോ അതല്ല സുന്നത്താണോ എന്ന വിഷയത്തിൽ മാത്രമേ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുള്ളൂ, ചർച്ചയുള്ളൂ. ബലികർമ്മത്തിന്റെ ശ്രേഷ്ഠത കാണിക്കുന്ന ഹദീസുകളുടെ ആധിക്യം, ബലികർമ്മത്തിന്റെ ഫളായിലുകൾ, അതിന്റെ ശ്രേഷ്ഠതകൾ പറയുന്ന ഒരുപാട് ഹദീസുകൾ, ആ ഹദീസുകളുടെ ആധിക്യം കാരണത്താൽ സാമ്പത്തികമായി കയ്യിൽ പൈസ ഇല്ലാത്തവനും കടം വാങ്ങിയിട്ടായാലും ശരി ബലികർമ്മത്തിൽ പങ്കാളിയാകണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഇസ്ലാമിക ലോകത്തുണ്ട് എന്നുള്ളതാണ്. കാരണം എന്തെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ വജദ സഅതൻ ലിഅൻ യുളഹിയ ഫലം യുളഹി ഫലാ യഹ്ദുർ മുസല്ലാന എന്നാണ്. ഒരാൾക്ക് കഴിവുണ്ടായി, സാമ്പത്തികമായ ശേഷിയുണ്ട്, ബലികർമ്മം നിർവഹിക്കാനുള്ള കഴിവുണ്ട്, എന്നിട്ട് അവൻ ബലികർമ്മം നിർവഹിച്ചിട്ടില്ല എങ്കിൽ ഫലാ യഹ്ദുർ മുസല്ലാന, നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക്, ഈദ്ഗാഹിലേക്ക്, പെരുന്നാൾ നമസ്കാരം നടക്കുന്ന മുസല്ലകളിലേക്ക് അവൻ വരേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ രൂപത്തിലുള്ള ഹദീസുകൾ വരെ ഉണ്ടെന്നിരിക്കെ ഈ വിഷയത്തിൽ ലാഘവം കാണിക്കുന്ന അവസ്ഥ വിശ്വാസികളായ നമുക്കുണ്ടാകാൻ പാടില്ല. സ്വന്തം കുടുംബത്തിന് ജീവിക്കാനുള്ള ശേഷി കഴിച്ച് ഉളുഹിയത്ത് അറുക്കാൻ പണം കയ്യിലുള്ള ആളുകൾ ആ ഉളുഹിയത്തിൽ പങ്കാളികളാകണം. അതുകൊണ്ടാണ് ഇസ്ലാം ഇളവ് നൽകിയത്. ഒരാൾ ബലിമൃഗങ്ങൾ ഏതൊക്കെയാണ്? ആട്, മാട്, ഒട്ടകങ്ങളാണ്. ആടാണെങ്കിൽ ഒരാടിനെ തന്നെ ഇറക്കണം. എന്നാൽ മാടുവർഗങ്ങളിൽപ്പെട്ടതോ ഒട്ടകങ്ങളോ ആണെങ്കിൽ ആ ഒട്ടകങ്ങളിലും മാടുവർഗത്തിൽപ്പെട്ടതിനും 7 ആളുകൾ വരെ പങ്കാളികളാകാം എന്ന ഇളവ് ഇസ്ലാം നൽകിയത് എന്തിനാ? ഒരാൾക്ക് ഒന്നിനെ അറുക്കാൻ കഴിയൂല, ശരി, അറുക്കാൻ കഴിയുന്ന ഒന്നിൽ പങ്കാളിയാകാൻ കഴിയുമെങ്കിൽ അങ്ങനെയെങ്കിലും അറുക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം ആ ഇളവ് നൽകിയിട്ടുള്ളത് എന്നാണ്. എന്നാൽ 7 ആളുകളെ പറ്റുള്ളൂ ഒരു മൃഗത്തിൽ. മാട്, ഒട്ടകത്തിന് 7-ൽ കൂടുതൽ പേർ ഒരു മൃഗത്തിൽ പങ്കാളിയായാൽ എല്ലാവരുടെയും ഉളുഹിയ്യത്ത്, ബലികർമ്മം, അത് അസാധുവാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമുക്ക് കഴിയുന്ന ആളുകൾ അതിന് ആകാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മുടെ മഹല്ലിന്റെ കീഴിൽ എല്ലാ വർഷവും നമ്മൾ ബലികർമ്മം നിർവഹിക്കാറുണ്ട്. ഈ വർഷത്തെയും ബലികർമ്മം അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നടത്തണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ കണക്കാക്കുന്ന ഒരു ഷെയർ ചെലവടക്കം ഒരു ഷെയർ 10,000 രൂപയാണ്. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ബാലൻസ് വരികയാണെങ്കിൽ, കുറവ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ബാലൻസ് ആകുകയാണെങ്കിൽ അത് തിരിച്ച് അതിന്റെ വക്താക്കൾക്ക് തന്നെ നൽകുകയും ചെയ്യും. 10,000 രൂപയാണ് ഒരു ഷെയറായി നിശ്ചയിച്ചിട്ടുള്ളത്. കഴിയുന്ന ആളുകൾ, അതല്ലെങ്കിൽ അതിനും ഉദ്ദേശിക്കുന്ന ആളുകൾ, ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നേരത്തെ മുൻകൂട്ടി ആ വിവരം അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതല്ല നമുക്ക് ഒന്നിനെ തന്നെ അറിയിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും അഫ്ളൽ.
ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം അതാണ്. അതുകൊണ്ട് അത് അങ്ങനെ അറക്കാൻ കഴിയുന്ന ആളുകൾ അങ്ങനെ തന്നെയാണ് അറക്കുന്നത്. പക്ഷേ അറവ് മൃഗത്തെ, ബലിമൃഗത്തെ സെലക്ട് ചെയ്യുമ്പോ, അതിനെ തെരഞ്ഞെടുക്കുമ്പോ കുറവുകളില്ലാത്തതും അതുപോലെ തന്നെ പ്രായം തികഞ്ഞതും ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ല എങ്കിൽ നമ്മുടെ അറവെന്തായി തീരും? അസാധുവായി തീരും. അത് ശരിയാകുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യം നമുക്ക് ശ്രദ്ധയുണ്ടാകുകയും ബലികർമ്മം എന്ന ആ മഹത്തായ ഇബാദത്ത് അതിലൂടെ അള്ളാഹുവിന്റെ പ്രതിഫലം ലക്ഷ്യം വെച്ച് നമ്മുടെ തഖ്വയുടെ ഭാഗമായി മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വന്തം മകന് വേണ്ടി റബ്ബിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു നൽകിയത് ഒരു മൃഗത്തെ അറക്കാനാണ്, ഒരു മൃഗത്തിൽ പങ്കാളിയാകാനാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ മൃഗത്തെ ബലിയെറുക്കാൻ അല്ലെങ്കിൽ അതിൽ പങ്കാളിയാകാൻ വിശ്വാസികളായി നമുക്ക് കഴിയണം, സാധിക്കണം. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കർമ്മം നിർവഹിക്കാൻ ദുൽഹിജ്ജ മാസം നമ്മിലേക്ക് വരുമ്പോ ആ മാസത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമായ ആ ബലികർമ്മം നിർവഹിക്കാൻ നല്ല നീയത്തോടുകൂടി, നല്ല സതുദ്ദേശത്തോടുകൂടി അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ലക്ഷ്യം വെച്ച് ആ കർമ്മം നിർവഹിക്കാനും അതിൽ പങ്കാളികളാകുവാനും വിശ്വാസികളായ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതിൽ അല്ലാഹു നമുക്ക് തൗഫീഖും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അർഹമുർ റഹ്മാനായ റബ്ബ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അള്ളാഹു അവരുടെ ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികൾ അള്ളാഹു അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാകട്ടെ, ശമനം നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്നവർ അള്ളാഹു അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ, അള്ളാഹു അവർക്ക് വിജയം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. اللهم دمر أعداءنا وأعداء الدين. اللهم دمر أعداءنا وأعداء المسلمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.